ചെറുപ്പക്കാരൻ തനിക്ക് അനുയോജ്യമായ കുട്ടിയെ കണ്ടെത്തണം. എങ്ങനെ? എന്റെ രക്ഷിതാക്കൾ മുഖേന, കുടുംബം മുഖേന. അങ്ങനെ അവൻ കണ്ടെത്തി. അവൾക്ക് അനുയോജ്യമായ ബന്ധം കണ്ടെത്തിയാല് അവരുടെ രക്ഷിതാക്കൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്താ? നല്ലപോലെ ശ്രദ്ധിക്കണേ. പിന്നെ ചെയ്യേണ്ടതെന്താ? ഇഷ്ടം പോലെ ടൗണിലൂടെ ഉല്ലസിച്ചും കടൽ തീരത്ത് പോയിരുന്നും ജീവിതം മതിച്ചതിന് ശേഷമല്ല ജീവിതത്തിലേക്ക് കടക്കേണ്ടത്. പവിത്രമാ മനുഷ്യ പരമ്പരയെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. ആ പവിത്രത നിലനിർത്തണം. പവിത്രമായ വിവാഹബന്ധങ്ങളാവണം ഉണ്ടാകേണ്ടത്. അതിനായി നിയമങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ പരസ്പരം അന്വേഷിച്ചപ്പോഴോ ബന്ധം നടത്താൻ പറ്റുന്നതാണെന്ന് കണ്ടാൽ ബന്ധം നടത്താൻ പറ്റും. കേട്ടു നോക്കുമ്പോ ചെറുപ്പക്കാരൻ ഇഷ്ടമായിട്ടുണ്ട്. അവന്റെ പെങ്ങന്മാർ പോയി കണ്ടു. പെൺമന്മാർക്ക് ഇഷ്ടമായി. തങ്ങളുടെ ആങ്ങളൊക്കെ ഏകദേശം പറ്റാവുന്ന കുട്ടിയാണെന്നവർക്ക് തോന്നി, ഉമ്മാക്ക് തോന്നി. എന്നാൽ പിന്നെ അടുത്തതെന്താ ചെയ്യേണ്ടത്? കേട്ടോളോ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പഠിപ്പിച്ചപ്പോ നിയ്യത്ത് ചെയ്യണം. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം. നിയ്യത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിനോട് അനുസരിക്കണം. ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതിയാൽ സൂറത്ത് സുന്നത്താണ് ഓതൽ. സൂറത്ത് കഴിഞ്ഞാൽ റുകൂ ചെയ്യണം. റുകൂഇൽ എന്നതാ ചൊല്ലേണ്ടത്. നിസ്കാരം എങ്ങനെയാണോ ഓരോ അടക്കങ്ങളും പഠിപ്പിച്ചത് അതേ ശൈലിയിൽ തന്നെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോൾ ബന്ധം നടത്താമെന്ന രീതിയിലുള്ള ബന്ധമാണ്. കുട്ടി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചേർന്നതാണ്. പെങ്ങന്മാർക്ക് മനസ്സിലായി. വീട്ടിലേക്ക് വന്നാൽ കുഴപ്പമുണ്ടാക്കില്ല. ഞങ്ങൾ വീട്ടിലില്ലാത്ത സമയത്തും ഉമ്മാക്ക് സേവനം ചെയ്യാൻ മനസ്സതയുള്ള പെണ്ണാണ്. മനസ്സിലായി. കേവലം ലൈംഗിക വികാര പൂർത്തീകരണം മാത്രമല്ല എന്റെ പ്രിയമുള്ളവരെ, വിവാഹം കൊണ്ട് അർത്ഥമാക്കുന്നത് വിഷയം വരുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ രണ്ട് കുടുംബവും തമ്മിൽ ബന്ധം സ്ഥാപിച്ചാൽ തിരക്കേറില്ലെന്ന് ആർക്ക് തോന്നിയാൽ, കുടുംബനാഥന്മാർക്ക് തോന്നിയാൽ, വിവാഹിതനാകുന്ന ചെറുപ്പക്കാരന് പറഞ്ഞു കേട്ടപ്പോൾ ഏകദേശം തന്റെ മനസ്സിലുള്ളതുപോലെയുള്ള പെൺകുട്ടി തന്നെയാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്നാൽ ഇനി എന്ന് കണ്ടോളൂ. നബിയുനാ റസൂലുള്ളാഹി കേട്ടോളും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നാട്ടിലുള്ള ദല്ലാലിമാർ പറയുന്ന അവരുടെ കയ്യിലുള്ള ഫോട്ടോ മുഴുവൻ വാങ്ങി സ്കാൻ ചെയ്ത് നെറ്റ് വഴി ഗൾഫ് വൈഫിലേക്ക് ഇന്റർനെറ്റിലൂടെ അയച്ചു കൊടുക്കുന്ന ഉപ്പമാരമ്മമാർ ശ്രദ്ധിക്കണേ. ആരാണ്ട് അന്യരുടെ കാണുന്ന പെൺകുട്ടികളെ മുഴുവൻ കാണാനുള്ള അനുവാദം അല്ലാഹു തന്നിട്ടില്ല. ചെറുപ്പക്കാരെ, കാണാനുള്ള അധികാരം അല്ലാഹു തന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് കാണാൻ പറഞ്ഞതെപ്പോഴാ? കാണാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു നോക്ക്, അന്വേഷിച്ചു നോക്കുമ്പോ ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്ന ബന്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നി, അനുയോജ്യമാവും എനിക്ക്. എന്നാൽ നിങ്ങൾ കണ്ടോളോ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇദാ ഖതബ അഹദുകും അൽ മർഅ, ഒരാളൊരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു. അങ്ങനെ അന്വേഷണമെല്ലാം പൂർത്തിയായി. ഫൈനിസ്ത അങ്ങനെ വന്ന് ഇഷ്ടപ്പെടുമെന്ന മട്ടിലായാൽ ഫൈനിസ്ത അൻ യംറ ഇലാ മാ യദൂഹു ഇലാ നികാഹിഹാ, അവളെ നിക്കാഹ് ചെയ്യാൻ നിന്നെ പൂർണ്ണമായി പ്രേരിപ്പിക്കുന്ന ആദ്യത്തെ ഘട്ടമെന്ന നിലക്ക് നിനക്ക് അവളെ കാണാവുന്നതാണ്. കാണാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിങ്ങൾ കണ്ടോളൂ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം പറ്റുമെന്ന മട്ടിലാകുമ്പോഴാ കാണേണ്ടത്. ആരാന്റെ വീട്ടിൽ കയറി അന്യ പെണ്ണിനെയും കണ്ട് വെള്ളം കുടിച്ചു പോകൽ ധർമ്മമല്ലേ? ധർമ്മമല്ല. വേറെ ചില ആളുകളുണ്ട്. ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 4, 5, 6 ഒക്കെ കാണും. ആദ്യം കൊണ്ടത് കുഴപ്പമില്ല എന്ന് തോന്നി, പിന്നെ 2 കൂടി ദല്ലാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെന്താ ചെയ്യാ? അതും കൂടെ ഒന്ന് കാണട്ടെ എന്ന് കരുതി. എന്തിനാ? ഏറ്റവും കൂടുതൽ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പരിപാടിയുണ്ട്. 5 മാറും കാണുക, എന്നിട്ട് അവസാനം സെലക്ട് ചെയ്യുക. നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണോ ഈ പെൺകുട്ടി, നീ വന്ന് കണ്ടുപോയ സമയം തന്നെ അവളെങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓരോ മിനിറ്റിലും എന്റെ വാപ്പാക്ക് ദല്ലാലിന്റെ വിളി വരും, 12 മണിക്ക് വരും, 4 മണിക്ക് വരും, ഇല്ല രാത്രിയാകുമ്പോ വരും. രാത്രി വാപ്പ വീട്ടിലേക്ക് വന്നപ്പോഴാ പറഞ്ഞത്, അവരൊന്നുകൂടെ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാവം പെണ്ണ് വീട്ടിന്റെ അകത്ത് നിൽക്കുമ്പോൾ അവളെങ്ങനെ ആലോചിക്കുകയാണില്ല, നാളെ എന്തായാലും വിവരം കിട്ടുമായിരിക്കും. നിന്നെ കണ്ടപാടെ ഈ കുട്ടിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടടാ, നിനക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നീ ചെയ്തതെന്താ, നീ വേറെ കാണാൻ പോയതാ, നീയായി കുഞ്ഞിന്റെ മനസ്സ് കുട്ടിയുടെ മനസ്സിലുള്ളത്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് എല്ലാം കണ്ടിട്ട് നീ തീരുമാനിച്ചു എനിക്ക് ഏറ്റവും സാമ്പത്തിക നേട്ടം ഇന്നതിലാണ്. എന്നിട്ട് പിന്നെ വിളിച്ചു പറഞ്ഞു അതെനിക്ക് വേണ്ട എന്ന്. നിന്റെ വിവരം വാപ്പാക്ക് ദല്ലാൽ വിളിച്ചു പറഞ്ഞു. ആ വിവരം വീട്ടിലേക്ക് വിളിച്ചു പറയുമ്പോ പിതാവിന്റെ കൽബ്, പെണ്ണിന്റെ പിതാവിന്റെ കൽബ് തീയെരിയുകയാണ്. 2 ദിവസമായി എന്റെ മുകൾ ഏകദേശം അത് നടക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്റെ മോള് കൂട്ടുകാരികളോടത് പറയുകയും ചെയ്തു. മാത്രമല്ല അടുത്ത വീട്ടിലെ പെണ്ണുങ്ങൾ പെണ്ണ് കണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ വന്നപ്പോ ഈ കുട്ടി അവരോട് പറഞ്ഞതിനെ കുറിച്ച്, നല്ലൊരു ചെറുപ്പക്കാരൻ, സംസാരം എന്തൊരു ഭംഗി, നല്ലൊരു ചെറുപ്പക്കാരൻ, എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ ചെവിയിൽ എങ്ങനെ ഈ വിവരം അറിയിക്കുമെന്നാണ് വാപ്പ ആലോചിക്കുന്നത്, ഉമ്മ ചിന്തിക്കുന്നത്. ഉമ്മ കേട്ടപാടെ കരഞ്ഞുപോയി. മോളിന്നര അയൽവാസികളോട് സംസാരിക്കുന്നത് ഉമ്മ കേട്ടിട്ടുണ്ട്. എന്നിട്ടോ രാത്രി ഉമ്മയും വാപ്പയിലും ഒന്ന് ചർച്ച ചെയ്യുകയാണ്, എങ്ങനെ നമ്മൾ മോളോട് വിഷയം പറയും. അപ്പോഴാ 2 പേരും ഒരു കളവ് പറയാൻ തീരുമാനിക്കുന്നത്. എന്ത്? അന്വേഷിച്ചു നോക്കുമ്പോ അവനത്ര കൊള്ളുന്ന ആളല്ല. നിങ്ങൾ ആലോചിക്കണം, വാപ്പ ഇത് പറഞ്ഞപ്പോൾ, ഉമ്മ അത് പറഞ്ഞപ്പോൾ, നിന്നെ മോഹിച്ചു പോയ ഈ പെണ്ണിന്റെ കൽബിന്റെ വേദന നിന്റെ ഭാര്യയുടെ കൂടെ നീ കടന്നിറങ്ങുമ്പോഴും നിന്റെ അകത്തളത്തിലേക്ക്, കരയുടെ അകത്തളത്തിലേക്ക് കടന്നു വരും. എന്താ കടിശമായി, ഓരോ കണിശമായി ചിന്തിക്കണം നിങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തനബി അനുവാദനം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിവാഹം അന്വേഷിക്കുന്ന ആളുകളെ കുറിച്ചാണ് റസൂലുള്ള പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ നകഹ ലിമാലിഹാ, ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചത് സ്വത്താണോ, വജമാലിഹാ, അതേപോലെ സൗന്ദര്യമാണോ ശ്രദ്ധിച്ചത്, ഹറമമാലിഹാ വജമാലുഹാ, ആ പെണ്ണിന്റെ സ്വത്തനുഭവിക്കാനോ സൗന്ദര്യം അനുഭവിക്കാനോ ഒരാൾക്ക് ഗതിയില്ലെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ നകഹ ലദീനിഹാ, മതബോധമാണ് ഒരാൾ ശ്രദ്ധിച്ചതെങ്കിലോ, റസഖഹുല്ലാഹു മാലഹാ വജമാലഹാ, അല്ലാഹു അയാൾക്ക് ആ പെണ്ണിലൂടെ സ്വത്ത് നൽകുകയും ഭംഗി അല്ലാഹു നൽകുകയും ചെയ്യുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ഇത് ഞാൻ മനഃശാസ്ത്രപരമായി വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ നമ്മളെ വിഷയത്തിലേക്ക് എത്തുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. മനഃശാസ്ത്രപരമായി വിശദീകരിക്കണം. വല്ലാത്തൊരു ഹദീസാണ്, വല്ലാത്ത ഹദീസ്. ഒരുപക്ഷേ ഞാൻ വിശദീകരിക്കുന്നതിനേക്കാളും ഏറെ ഈ ആശയം പറഞ്ഞു കൊടുത്താൽ മനഃശാസ്ത്രജ്ഞന്മാരായിരിക്കും വിശദീകരിക്കാൻ കഴിയുക. നിങ്ങൾ ചിന്തിക്കും, മഹാനായ നബിയുനാ റസൂലുള്ളാഹി കാണാൻ പറഞ്ഞു. കാണാം, എന്താ കാണാൻ പറഞ്ഞിട്ട് കാരണം പറഞ്ഞു? കാണാൻ പറഞ്ഞിട്ട് കാരണം പറഞ്ഞ എന്താ അറിയോ? ആരാന്റെ കുട്ടികൾ മുഴുവൻ കാണാന്നല്ല, അയ്യോ ഉദമ ബൈനകുമാ. ശ്രദ്ധിക്കണേ, എന്തിനാ കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യോ ഉദമ ബൈനകുമാ, അത് നിങ്ങൾ തമ്മിലുള്ള മാനസികമായ സ്നേഹം നിർഗളിക്കാനിട വരും. കണ്ടോ, കാണുമ്പോ തന്നെ സ്നേഹം ഉണ്ടാവും. അതുകൊണ്ടല്ലേ നമ്മള് നാളെ പറയൂ, കാണുമ്പോ എന്താ അപകടം എന്ന് പറയുന്നത്? നാളെ എന്താ കാണുമ്പോ തന്നെ വല്ലാത്ത ഇമ്പം ഉണ്ടാകുമ്പോഴല്ലേ പലരും അപകടത്തിൽപ്പെട്ടു പോയത്? നാളത്തെ വിഷയമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കണ്ടാൽ സ്നേഹം നിങ്ങളുടെ കൽബിലൂടെ മൂലമാകാൻ സഹായകമാകും. റിപ്പോർട്ട് ചെയ്യുകയാണ്, ഞാനൊരു പെണ്ണിനെ വിവാഹാലോചന നടത്തി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊരു പെണ്ണിനെ വിവാഹാലോചന നടത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, അനളർത ഇലൈഹാ, നീ പെണ്ണിനെ കണ്ടോ എന്ന് ചോദിച്ചു. ആലാ മഹാനവറുകൾ പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ലാ, ഞാൻ കണ്ടിട്ടില്ല
കണ്ടില്ല നബിയേ. ഖാല, അപ്പോൾ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഉൻദുർ ഇലൈഹാ, പെണ്ണിനെ പോയി കണ്ടോളൂ. ഫഇന്നഹു അഹ്റ അൻ യുദമ ബൈനകുമാ, കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം രൂഢമൂലമാകാൻ ഇടവരും. അപ്പൊ കാണുന്നതാ. അപ്പൊ കല്യാണം ഏകദേശം ഉറപ്പിക്കാൻ കഴിയും എന്ന് അവസരത്തിലാണ് കാണേണ്ടത്. കാണാനാവരുത് കാണുന്നത്. മനസ്സിലായില്ല? കാണാൻ തിരിഞ്ഞിട്ടില്ല. മനസ്സിലായി? കാണാൻ ആവരുത് കാണുന്നത്. കല്യാണം കഴിക്കാനാവണം കാണേണ്ടത്. വളരെ ഗംഭീരമായൊരു വിഷയം ഒറ്റവാക്കിൽ ഞാൻ പറഞ്ഞു നിർത്തിയതാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.